ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്കിടെ ആനയിടഞ്ഞു. രാത്രി 10 മണിയോടെ ശീവേലി നടക്കുമ്പോൾ കൊമ്പൻ കൃഷ്ണനാണ് ഇടഞ്ഞത്. ആളുകൾ പരിഭ്രാന്തരാകരുതെന്നും പുറത്തിറങ്ങണമെന്നും ദേവസ്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സുരജ് സജി തൃശ്ശൂരിൽ ചെയ്യുന്നു. സുരജ്, ഇപ്പോൾ അവിടെ എന്ത് നടപടിക്രമമാണ് നടത്തുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് ഈ ദൗത്യം പുരോഗമിക്കുന്നത്? സുഹൈൽ, ഈ ചുറ്റമ്പലത്തിനകത്ത് ശീവേലി എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെയാണ് 10 മണിയോടുകൂടി ഈ കൊമ്പൻ ഇടഞ്ഞത്. തൊട്ടു പിന്നാലെ അകത്തുണ്ടായിരുന്ന ആളുകളോടെല്ലാവരോടും പുറത്തിറങ്ങണമെന്ന് ദേവസ്വം അധികൃതർ മുന്നറിയിപ്പ് നൽകുകയും അകത്തുണ്ടായിരുന്ന ആളുകളെ പുറത്തിറക്കുകയും ചെയ്തു. പിന്നീട് ആനയെ ഈ നടപ്പന്തലിന് സമീപത്തേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. എലിഫന്റ് സ്ക്വാഡ് അധികൃതരും അതോടൊപ്പം തന്നെ ദേവസ്വത്തിന്റെ ആനക്കോട്ടയിലെ ജീവനക്കാരടക്കമുള്ളവരാണ് ആനയ്ക്കൊപ്പം അനുഗമിക്കുന്നത്. അവർ ഇപ്പോൾ ആനയെ നടപ്പന്തലിൽ എത്തിച്ചിട്ടുണ്ട്. ഈ നടപ്പന്തലിന് സമീപത്ത് ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. പക്ഷെ ആന ഈ ഇടഞ്ഞെങ്കിലും വലിയ പരിഭ്രാന്തി പരത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും ആനയെ ഇപ്പോഴും തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. സുഖം, ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവർ പാലിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ നിലവിലില്ല. പക്ഷെ ആനയെ തളയ്ക്കാനായിട്ടില്ല. ഉടൻ തന്നെ ആനയെ തളയ്ക്കാനാകും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. സുരജ് സജിയാണ് അവിടെ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.